ഹായ് എല്ലാവർക്കും ടോണി ചട്ടം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ആർദ്രം ഇന്ത്യയിലിന്റെ മറ്റൊരു അടിപൊളി വർക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വീട് മനോഹരമാക്കാൻ ഇന്ത്യയുടെ ഡിസൈനിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചു പോകുന്ന ഒന്നാണ് WPC പാനലും ലോവേഴ്സ് പാനലും. ഇതിൽ WPC പാനൽ എങ്ങനെയാണ് ഫിറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ലോവേഴ്സ് പാനൽ എങ്ങനെയാണ് ഫിറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലോവേഴ്സ് പാനൽ കട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചാർക്കോൾ മെറ്റീരിയലിന്റെ ലോവേഴ്സ് പാനലാണ് ഉപയോഗിക്കുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും നമുക്ക്. മാത്രമല്ല നമ്മൾ കട്ട് ചെയ്യുമ്പം അതിന്റെ പ്ലാസ്റ്റിക്കോട് കൂടിയിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പൊഴിച്ചിലൊന്നും വരാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ തന്നെ കട്ടിങ്ങിന്റെ ഫിനിഷിങ് എഡ്ജൊക്കെ നോക്കിക്കുക, നല്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഫിറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് ലോവേഴ്സ് പാനൽ ഫിറ്റപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഈ ഭിത്തി മുഴുവൻ നമുക്ക് ചെയ്യണം. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ ലോവേഴ്സ് പാനൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കട്ടളയുടെ നമുക്ക് ഔട്ട് സൈഡിൽ നമുക്കൊരു ബോർഡർ വരുന്നുണ്ട്. ബാക്കി ഫുൾ ഏരിയയിൽ നമ്മൾ ലോവേഴ്സ് പാനൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ഒന്ന് വെച്ച് നോക്കുവാണ്, നമ്മുടെ ആ പൊസിഷനിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളത് വെച്ചു, ഏകദേശം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ 2 പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ അവിടെ ഫിറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പീസാണിത്. നമ്മളത് വെച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പീസ് നമ്മൾ വെച്ച് നോക്കി, ഏകദേശം കറക്റ്റാണ്. നമുക്കിനി അതിൽ എങ്ങനെയാണ് ഫിറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. നമ്മൾ ഫിറ്റപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഗമ്മാണ് കേട്ടോ. ഫെവിക്കോളിന്റെ നെയിൽ ഫ്രീ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. ഇച്ചിരി ഹാർഡാണ് മെറ്റീരിയൽ. ഇതാണ് നെയിൽ ഫ്രീ ഗം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗണ്ണ്. ഹെവി ഡ്യൂട്ടി ഗണ്ണാണ്. നോർമൽ ഗണ്ണൊന്നും പറ്റത്തില്ല, ഇച്ചിരി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഗൺ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി നമ്മൾ ഗൺ അടിച്ച് ടെമ്പർ ചെയ്യുമ്പോഴേക്ക് നോസിലൂടെ ഗം പുറത്തോട്ട് വരും. ഇതാ കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ നമ്മുടെ പാനലിലോട്ട് ഗം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ പാനൽ നല്ല വൃത്തിയായിട്ട് തുടച്ചിരിക്കണം, പൊടിയൊന്നും കാണാൻ പാടില്ല. അതുപോലെ നമ്മളെ സർഫസ്, അതായത് ഭിത്തിയിലും പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുവാണ്. ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് സിക്സാഗ് മോഡലിലാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഈ ഷീറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഷീറ്റിന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് നമ്മൾ 2 രീതിയിലാണ് സാധാരണയായി ഗം അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ ഭിത്തിയിലോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബഫിങ്ങോ സാൻഡറിങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭിത്തിയിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പൊടി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. കണ്ടല്ലോ, നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒട്ടിയിട്ടുണ്ടെങ്കിൽ. നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഒട്ടുന്ന ഒരു ഗമ്മാണ് ഈ നെയിൽ ഫ്രീ. അപ്പോൾ ഏകദേശം കണ്ടോ, ഇത്ര സമയം കൊണ്ട് നമ്മൾ ഒട്ടിക്കുന്ന സംഭവം ഇനി നമുക്ക് അടുത്തടുത്ത് ഒട്ടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെച്ച പാനലിന്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ഒട്ടിക്കാനുള്ള പാനലിൽ നമുക്ക് ഗമ്മിടാം. അപ്പൊ ആ ഗമ്മിടുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ ഒട്ടിച്ച പാനലിന്റെ മുകളിലോട്ടാണ് ഇതിന്റെ എഡ്ജ് വന്ന് കയറുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ എഡ്ജ് ഭാഗത്ത് ഇപ്പോൾ കയറി വരുന്ന ആ ഭാഗത്ത് നമുക്ക് ചെറിയ ലൈറ്റ് ആയിട്ട് ഇതുപോലെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ ലൈറ്റ് ആയിട്ട് ഗം അപ്ലൈ ചെയ്യുമ്പോൾ ഓവറായി പോകരുത്. ഓവറായി പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പാനലിന്റെ സർഫസിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് അപ്പോൾ തന്നെ നമ്മൾ വളരെ വൃത്തിയായിട്ട് നല്ല തുടച്ച് കളയണം. പിന്നീട് തുടയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല, നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചു പോകും. ഇനി അത് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് തുടയ്ക്കുമ്പോഴേക്കും മൊത്തം പടർത്തി തുടയ്ക്കാതെ ആ ഒരു ഏരിയയിൽ മാത്രം നിർത്തിക്കൊണ്ട് തന്നെ തുടച്ച് ഇങ്ങെടുക്കാനാണ് നോക്കേണ്ടത്. ലോവേഴ്സ് പാനൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഇതുപോലെ എഡ്ജൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് മെയിൻ പോർഷൻസ് ഒക്കെ വരുന്നത് എഡ്ജിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിടാൻ നേരമാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് TV യൂണിന്റെ എഡ്ജിലെ പാനൽ എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് നോക്കാം. കണ്ടത് ഇതുപോലെ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, പക്ഷെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഗം ഉപയോഗിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഗണ്ണ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. കാരണം നമുക്ക് ആ എഡ്ജിൽ പിടിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ, അതുപോലെ തന്നെ ഡൗൺ ആയിട്ടുള്ള പോർഷൻ നമ്മൾ നല്ല തിക്നെസ് രീതിയിൽ തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഒട്ടിച്ചേക്കുന്നത് നോക്കാം. കണ്ടോ, കറക്റ്റ് ആയിട്ടാണ് സംഭവം എല്ലാം കെട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഗമ്മിന്റെയും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഫിനിഷിങ്ങിന്റെ അനുസരിച്ച് നമുക്കത് നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്കത് കിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള പീസൊക്കെ ഒട്ടിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ദാ ഇതുപോലെ നമ്മൾ ഫുൾ ആ വാൾ ഫുള്ള് നമ്മൾ ഫിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിന് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കട്ടിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ലോവേഴ്സ് പാനൽ നോക്കാം. എന്താ കണ്ടോ, ചാർക്കോളിന്റെ ലോവേഴ്സ് പാനലാണ്. ഒരടിയാണ് അതിന്റെ വീതി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 9.5 അടി ഏകദേശം ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെയാണ് നമുക്ക് സംഭവം കിട്ടുന്നത്. കണ്ടോ, ഇത് വേറൊരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗം അപ്ലൈ ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കുമേ. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ പ്രൊജക്ഷൻ വേറെ രീതിയിലാണ്. നേരത്തെ കണ്ടത് കണക്കല്ല ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇതാ ഈ കാണുന്ന ഭിത്തിയിൽ മുഴുവൻ നമ്മുടെ ഈ ലോവേഴ്സ് പാനലാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഈ പാനലിൽ ഗമ്മിടുന്ന രീതിയാണ് ഇത്. കണ്ടോ, ഇതുപോലെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഗമ്മിട്ട് കൊടുക്കേണ്ടത്. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ സെന്ററിൽ വരുന്ന ഭാഗത്ത് അത് ഡൗൺ ആയിട്ടിരിക്കുന്ന ഭാഗം ആയതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് കൂടുതൽ പ്രൊജക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇടുന്നത്. നീളത്തിൽ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് ഗമ്മ് പിടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൂവേഴ്സ് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രൊജക്ഷൻ കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും ഫുൾ ലെങ്ത് പീസാണ്. നമ്മളപ്പം നല്ല രീതിയിൽ തന്നെ പ്രഷർ ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ നല്ല രീതിയിൽ പ്രഷർ കൊടുത്തു നല്ല രീതിയിൽ തന്നെ ഉറപ്പ് വരുത്തണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ചില ഭാഗത്ത് പ്രൊജക്ട് ചെയ്ത് നിന്നാൽ അറിയത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ. ഇനി നമ്മുടെ ഈ പാനൽ ഫിറ്റപ്പ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കട്ട് ചെയ്യുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിന്റെ പ്ലാസ്റ്റിക് കളയാതെ നമ്മൾ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു ഫിനിഷിങ്ങും കൂടെ കിട്ടും. തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ മെഷർമെന്റ് എടുത്ത് കറക്റ്റ് കട്ട് ചെയ്തെല്ലാം അവിടെ കൊണ്ട് വെച്ച് ചെറിയൊരു ടൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്യുവാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അത് നമ്മൾ ചെറിയൊരു ടൈറ്റ് വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണാവേ. ഇതാ നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മൾ വെച്ച് നോക്കി. അപ്പൊ ചെറിയൊരു ഞെരുക്കമുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് കണ്ടോണം കേട്ടോ. അപ്പൊ നമ്മള് അത് ചെറുതായിട്ടൊന്ന് ചിന്തേരിട്ട് കൊടുക്കാൻ പോകണം. അപ്പൊ ചിന്തേരിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കണേ. ഇതുപോലെ ചിന്തേരിട്ട് നല്ല ഫിനിഷിങ് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടിയ അതേ ഫിനിഷിങ് തന്നെ നമുക്ക് ചിന്തേരിടുമ്പോഴും നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ വെക്കുന്ന പീസിന്റെ അപ്പുറത്ത് ഒരു ചെറിയ ഹോള് കാണാം. കണ്ടോ, ആ ഹോളിലൂടെ ഒരു വയർ വന്നേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കണക്ഷൻ പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആ വയർ എങ്ങനെയാണ് നമ്മുടെ പീസിലൂടെ എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടല്ലോ, നമ്മുടെ ഓൾറെഡി അവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഡമ്മിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള ഹോൾ അടിച്ചിട്ട് നമ്മൾ ഇതുപോലെ വയർ ഇറക്കിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത സോക്കറ്റിന്റെ ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും ആ ഹോളെല്ലാം അടഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് അതൊക്കെ ഫിനിഷിംഗ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ഭിത്തി സൈഡിൽ വരുന്ന ഒരു പാനലിന്റെ ഫുൾ ലെങ്തിൽ കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിട്ട് കുറയ്ക്കാനുണ്ട്. അപ്പൊ അതാണ് ഇതിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഫുൾ ലെങ്തിൽ സ്കെയിൽ അടിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിന് ഇച്ചിരി ഷേപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ക്രോസ് ചെയ്തെടുക്കാനുണ്ട്. കണ്ടോ, ക്രോസ് ചെയ്തെടുത്തു. ഇനി അതിന്റെ വിട്ട് കുറച്ചുകൂടെ കുറയ്ക്കാനുണ്ട്. അത് നമ്മൾ കുറയ്ക്കുവാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലോവേഴ്സ് പാനൽ നമ്മൾ പിടിപ്പിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോവേഴ്സ് പാനലിന്റെ പരിപാടി. സിമ്പിൾ ആണ്. ലോവേഴ്സ് പാനൽ എങ്ങനെയാണ് ഫിറ്റപ്പ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ആർദ്രം ഇന്റീരിയലാണ് ഈ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു വീടിന്റെ എല്ലാവിധ ഇന്റീരിയൽ വർക്കുകളും ആർദ്രം ഇന്റീരിയൽ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വരുന്നതായിരിക്കും. നന്ദി.